അയ്യോ ഇന്നലത്തെ ക്ഷീണം മാറിയില്ല. ഹലോ സാറേ, സാറെന്താ ഓഫീസിലേക്ക് വരാനി? ഒന്നുമില്ലടാ. എടാടാ പറയടാ. എന്താ ഇന്നലെ ഓഫീസിലായിരുന്നേ? ആടാ ഞാൻ ഓഫീസിൽ കിടന്നു. ഞാൻ പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് വന്ന് ഓഫീസിൽ കിടന്നു. ആ ക്യാബ് ഡ്രൈവർ ഞാൻ ഇതാക്കിയിട്ടുണ്ടായിരുന്നു. അയാൾ ഞാൻ വീട്ടിലിറക്കി തന്നി. ഞാൻ ഇന്നിപ്പോൾ എന്താക്കിയ വണ്ടി എടുക്കണ്ടേ ഡിഫൻഡർ? എടുക്കണം. ഇന്നലെ രാത്രി എന്തൊക്കെയാണ് നടന്നേ? ഇന്നലെ രാത്രിത്തൊന്നും പറയത്തേടാ, ഒരുമാതിരി. സോറി ഞാൻ ഇപ്പം കേട്ട് ഇറക്കാം. വേണ്ടടാ, ഞാൻ തുറക്കാം. ഞാൻ ഇറങ്ങിയിട്ട് ഞാൻ തുറക്കാം. പോവല്ലേ ഡിഫൻഡർ എടുക്കാൻ? ആടാ പോ. വണ്ടി എന്തായാലും തലേന്ന് ഒഴിഞ്ഞിട്ടല്ലോ. അവിടെ അവനോടൊന്ന് പറഞ്ഞാട്ടെ. സാറേ എങ്ങോട്ട് സാറേ പോകുന്നേ? എടാ ഇന്നലെ ഒരു ട്രിപ്പ് പോയപ്പോൾ വണ്ടി അവിടെ വെച്ച് പോയി. കുറച്ച് ലേറ്റ് ആവട്ടോ. ഓ സാറേ, ഇവിടുത്തെ കാര്യമൊക്കെ ഞാൻ നോക്കിക്കോളാം. വേണേൽ ഷോപ്പ് അടിച്ചിട്ട് നേരത്തെ വീട്ടിൽ പോയിക്കോട്ടോ. ഓ സാറേ. എടാ ഞാനൊരു ഗോസ് ഹൺഡ്രഡിൻ്റെ ഒരു പോസ്റ്റർ കണ്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ഒന്ന് വിളിച്ചാൽ കേട്ടോ അയാളെ ഫോണിലേക്ക്. വിളി. ഹലോ, എക്സ്ക്യൂസ് മീ സാർ. സാറിന് ഇന്ന് രാത്രി എഴുന്നേറ്റ് കാണാൻ പറ്റുമോ? ആ ശരി. നിങ്ങൾക്ക് എപ്പോഴേക്കാണ് എത്തിച്ചേരാൻ പറ്റുക? ഞങ്ങളൊരു 5 മണിയാകുമ്പോഴത്തേക്ക് എത്താം. ഓ ഓക്കെ, സാറിനോട് പറഞ്ഞേ. എടാ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ സർവീസ് ചെയ്തിട്ട വണ്ടി. എടാ ആ വണ്ടി എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. ഇത് നമ്മളെ വണ്ടിയില്ലേ? മറ്റേ വണ്ടി. ഈ വണ്ടി എടുത്തു വാ പുറകില്. ഞാൻ വരാം. ഞാൻ എൻ്റെ വെള്ളക്കാരായിട്ട് വരാം. BM ആയിട്ട്. തകരപ്പെട്ടി പോലെ ഇടിച്ചിട്ടിട്ട് ഇത് ഇന്നലെ അവിടെ ഒഴിവാക്കി ഉപയോഗിച്ച് പോകുന്നില്ല. ഉപയോഗിച്ച് പോയതല്ലേ അത്? വണ്ടി ചെറുതായിട്ട് ഇതായില്ലേ? ഇനിയിപ്പോൾ എന്താ ചെയ്യാ? ഇതിൽ പോലെ ഇതിൽ പോകാൻ ഭയങ്കര ഇത് പോട്ട വണ്ടി. ഇന്നലേക്ക് പേടി വന്ന് പാട്ട വണ്ടിയില്ലേ? തകരം പോലെ എടാ ഇങ്ങനെ വാങ്ങിയതാടാ. വാങ്ങി മോഡിഫിക്കേഷൻ ചെയ്ത് ആ ചെങ്ങയ്ക്ക് 1 ലക്ഷം ഉറുപ്പികയും കൊടുത്ത്. ചെങ്ങായിക്ക് നഷ്ടപരിഹാരം കൊടുക്കാത്ത നന്നായിക്കുന്നു. ഞാൻ ചെങ്ങായില്ലേ പേടിച്ചിട്ട് പനിയായത്. എടാ അതെനിക്കിപ്പോൾ എന്തോ ഒരു സത്യം ഉണ്ട് തോന്നുന്നതിൽ. നോക്കിയൊക്കെ വിളക്കി ചെങ്ങായി. ഇത് ഞാനല്ലല്ലോ, ഈ സാധനമല്ലടാ അതാക്കുന്നത്, ഇങ്ങനെ കൺട്രോൾ ചെയ്യുന്നത്. ഇതിൻ്റെ എടാ ഗിയർ വീണ് ഭാഗ്യത്തിന്. വരൂല്ലേ വണ്ടി ബാക്കോട്ടൊക്കെ? അയാളെ കണ്ടിട്ട് അയാൾ പറ്റൂലെന്നൊക്കെ പറഞ്ഞ് ഞാൻ റിട്ടേൺ വരണ്ടിരുന്ന ആലോചിച്ചിട്ടാണ് വെട്ടിയത്. എൻ്റെ മറ്റേ വണ്ടി കേടായില്ലെങ്കിൽ അതിന് വരെ റിട്ടേൺ എന്താ അവിടെ വെച്ചിട്ട് അല്ലേ? ഞങ്ങൾക്ക് കുറച്ച് ബാധ്യതയാവട്ടെ. ഇനിയിപ്പോൾ എന്താ ചെയ്യാ? നേരെ പോലെ. എടാ പിന്നെ ഈ വണ്ടീൻ്റെ പേരിലേ ഞാൻ ഇന്നലെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓൻ പറഞ്ഞത് ഞാൻ ഇന്നലെ രാത്രി എത്തിയപ്പോൾ കുറേ സമയമല്ലോ. അപ്പോൾ ഞാൻ ഓനെ ജസ്റ്റ് ഒന്ന് വിളിച്ചു നോക്കിയതാ. അപ്പോൾ അവൻ്റെ അമ്മ അടുത്ത്. അവൻ്റെ അമ്മ പറഞ്ഞ് ഓൻ പോയില്ല, ഓനല്ല പോയത്. എന്നിട്ട് ഓനും എടുത്ത്. ഓൻ പറയാണ് ഓനല്ല വണ്ടി ഓടിച്ചതെന്ന്. ആ ചെങ്ങായില്ലേ സർവീസ് സെൻ്ററിൽ ഞാൻ പറഞ്ഞു ഫൈൻ വന്നേന്ന് പൈസ 3000 റുപ്യ. ഓനല്ലാന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാനെന്താ ഏതാ റൂട്ട്, എങ്ങനെയാ പോകുന്നത്, എവിടെയാണെന്നറിയാം നമുക്ക് സ്വാമീൻ്റെ സ്ഥലം? എനിക്കറിയാം, ഏകദേശം അറിയാം പറഞ്ഞു വെച്ചിട്ട്. നേരെ പോയി. ഇതാണ്, ഇതിന് ബ്രേക്കും ഇല്ല ആവശ്യ സമയത്ത്. കണ്ടില്ലേ? നല്ലതാ ഡ്രിഫ്റ്റിംഗ്. ഇപ്പോൾ അതൊക്കെ ഉള്ളു ഈ വണ്ടിയിൽ. ഈ പാട്ട വണ്ടി. എടാ ഈ കുറച്ചും കൂടെ ഉള്ളു. ഇതാണ് സ്ഥലം. അയാളെ വീട്ടിലേക്ക് കയറ്റിടണോ? എന്താടാ ഇയാളെ വീട്ടിൽ കയറിയപ്പോൾ നെഗറ്റീവ് ഫീല്. അയാളെ പേരെന്തോ ഡൊമിനിക്കോ. അയാളുടെ വണ്ടി സീനായിക്കുന്നില്ല. എന്തായത് കുത്തിയൊരു ഈ വന്നാ അയാളിനിപ്പോൾ എവിടെ പോയി കിടക്കണോ? എന്താ ഒരു പഴയ ബ്രിട്ടീഷ് വീട് അല്ലേ? കോട്ടയൻ്റെ ഉള്ളിൽ ചെറിയൊരു വീടല്ലോ. അതാണ് കോമഡി. തീയൊക്കെ അവിടെ വീട്ടിൻ്റെ ഉള്ളിൽ കയറിയോ കോട്ടായി? ഹലോ ആരുമില്ലേ? ഇപ്പം വരുവാടാ. ഇവിടെ ആരുമില്ലല്ലോ. ഹലോ ഏതവള്? ഐ തിങ്ക് നിങ്ങളുടെ കാറിലൊരു പ്രേതം ഉണ്ടെന്നല്ലേ? അതെ ഫാദർ, പ്രേതണ്ട് ശരിക്കും. ഐ ആം നോട്ട് ഫാദർ, ഐ ആം മിസ്റ്റർ ഡൊമിനിക്. ഓ ശരി ഫാദർ, സോറി ഡൊമിനിക്. ഓക്കെ, നിങ്ങളുടെ കാറിൽ ഇപ്പോഴുള്ള
ഒരു ആത്മാവില്ലേ, അതൊരു പെണ്ണാത്മാവാണ്. അവൾ വർഷങ്ങൾക്ക് മുമ്പേ ആ കാറടിച്ചാണ് മരിച്ചത്. കാറടിച്ച് മരിച്ച പ്രേതം എങ്ങനെ ഉണ്ടാവുക? ഹലോ, ആ കാറിൻ്റെ ഉള്ളിൽ ഞാനൊരു പെർഫ്യൂം ബോട്ടിലാക്കിയിട്ട് അത് ആ പ്രേതത്തിനെ ആവാഹിച്ച് വെച്ചത് അതാരെങ്കിലും തുറന്നിരുന്നു? ഫാദറെ അത് അറിയാതെ തുറന്നു പോയതാണ്. ഓ മൈ ജീസസ്, വർഷങ്ങൾക്ക് മുമ്പേ ഞാൻ അവളെ ആ പെർഫ്യൂം ബോട്ടിലാണ് ഞാൻ ആവാഹിച്ചിരുന്നത്. ഇപ്പോൾ അവൾ പുറത്ത് വന്നിരിക്കുന്നു. അവളുടെ അപ്പാപ്പൻ്റെ കാറിലാണ് ഞാനിത് വെച്ചിരുന്നത്. അയ്യോ, എനിക്ക് കാറ് സെയിൽ ചെയ്തത് ഒരു അപ്പാപ്പനാണ് ഫാദർ. ഓ മൈ ജീസസ്, വൈറ്റ്സ് ലൈക്ക് ദിസ്. നിങ്ങൾക്കപ്പം ഒരു പോം വഴിയുള്ളൂ. നിങ്ങൾ അവൾ അടങ്ങുന്ന ആ കാർ എൻ്റെ അടുത്ത് കൊണ്ടുവരണം. ഞാൻ ആ ബോസിനെ ആവാഹിച്ച് വേറൊരു ബോട്ടിലാക്കി തരാം. ആ ബോട്ടിൽ നിങ്ങൾ കൊണ്ടുപോയി കടലിലെറിയണം. ഓ ഫാദർ, ഞങ്ങൾ ചെയ്യാം. ഇവിടെ വാടാ. ആടാ, വരിക. വണ്ടി എടുക്കണ്ടേ ഇനി? ആ വണ്ടിയാണെങ്കിൽ ഫുള്ള് തകർന്നതാ. അത് എടാ എന്താ പെട്ടെന്ന് രാത്രി എടാ വണ്ടി എടാ, അതൊക്കെ ഈ കോസ്റ്റിൻ്റെ ഓരോ കളികളാടാ. എടാ ഫാദർ അറിയുന്നല്ലേ ഈ കൊണ്ടുവരത്തില്ലേ? ആടാ ഫാദറെ എന്നാ ഞങ്ങൾ അങ്ങോട്ട് മാറട്ടെ. നിങ്ങൾ ഹോം എന്താ ചെയ്തോളി. ഓക്കെ മൈ ചിൽഡ്രൻ, യു മേ ലീവ് നൗ. വാടാ, നമുക്ക് പോവാ. ആ എടാ ഹോമം കഴിഞ്ഞു വന്നു. ആടാ. ഡോക്ടർ അല്ല കഴിഞ്ഞില്ലേ സംഭവം? യെസ്, അത് കഴിഞ്ഞിരിക്കുന്നു. ഞാൻ നേരെ ഡിക്കിയിൽ ഒരു കുപ്പി വെച്ചിട്ടുണ്ട്. അത് നിങ്ങൾ കടലിൽ കൊണ്ടുപോയി കളയണം. പല പ്രശ്നവും വരും, ഒന്നും ചെവി കൊടുക്കരുത്. ഓക്കെ ഫാദർ. എടാ വണ്ടി എടുക്കടാ. വണ്ടി എടുക്കടാ. ഇതെന്തറാ ഊണൊന്നുമില്ല? വണ്ടി എടുക്കണം. വണ്ടി എടുക്കും. എടാ ഞാൻ വണ്ടി ആണെങ്കിൽ തോട്ട് കളയാ ഞാൻ വണ്ടി എടുത്തിട്ട്. അവിടെ ബാഗ് എങ്ങനെയെങ്കിലും ഒന്ന് ആ കടലിൻ്റെ അടുത്ത് എത്തിയാൽ മതി. എടാ അതൊക്കെ ഇടിപ്പിച്ച് അതാണെങ്കിൽ ഇയാൾക്ക് 100 കൂട്ടം സാധനം കൊണ്ടുവച്ച് ഇതിലൊക്കെ. അവിടെ വീട്ടിൽ നിന്ന് അങ്ങനെ ഇറക്കാൻ നോക്കി. ഈ കോട്ടേൻ്റെ ഉള്ളിൽ നിന്ന് അങ്ങനെ ഇറങ്ങണം ആദ്യം. എടാ പെട്ടെന്ന് നൈറ്റും ഇതൊക്കെ എന്തൊക്കെയാടാ ഇവിടെ നടക്കുന്നത്? ഞാൻ പറഞ്ഞില്ലേ, അതൊക്കെ ഈ കാറിൻ്റെ ഉള്ളിലത്തെ ആത്മാവാ. അതിൻ്റെ കളികളാണ്. ഇതിപ്പോ ഞാനിപ്പോ വേഗം വിട്. എടാ അങ്ങോട്ട് ഞാൻ പിന്നെ ഒരു കാര്യം പറയട്ടെ. എന്നോട് പറഞ്ഞത് ഈ കൊണ്ടുപോയി കളയണം. ഞാനും ഈ ആ കുപ്പി കൊണ്ടുപോയിട്ട് ആ വെള്ളത്തിൽ കളയണം. ആടാ, ഞങ്ങളെ ഇനിയിപ്പോൾ എന്താ വരുന്നച്ചാ വരട്ടെ. വരുന്നിടത്ത് വെച്ച് കാണാം. അത്രേ ഉള്ളൂ. അടുത്ത് വേഗം കടലിൻ്റെ എനിക്ക് കൺട്രോൾ കിട്ടുന്നില്ലടാ. വണ്ടി ക്രാഷാടാ. വേഗം പോവാ നമുക്ക് പെട്ടെന്ന് എത്തണം. എടാ ഇതാ ഇവിടെ ഒരു വഴിയുണ്ട്. ഈ സ്ഥലത്ത് കൂടെ പോയി കഴിഞ്ഞാൽ എത്തുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ ആകെ ഒരു താഴ്ചയുള്ള കടലുള്ളത് ഇതാണ്. ഇവിടെ ആണെങ്കിൽ ബോട്ടിലെ ആൾക്കാരും വരൂല പിടിക്കാൻ. അതിനുകൊണ്ട് സേഫാണ് ഇവിടെ. കൊണ്ടുപോയി കളയണം. ധൈര്യം സംഭരിച്ച്. ഞാൻ വണ്ടി നേരെ നിർത്തിടാ. എടാ വേം പോ. വണ്ടി ഇപ്പോഴാണൊന്ന് ഒതുങ്ങിയത്. പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചോ. എടാ വേം വാടാ. അന്ന് വണ്ടി കയറി. നമുക്ക് ചിലപ്പോൾ നമുക്ക് ഈ വണ്ടിയിൽ നിന്ന് ഇറങ്ങി വയ്ക്കാമല്ലോ. വണ്ടിയിൽ നിന്ന് നമ്മളങ്ങനെ എടാ അങ്ങനെ പ്രശ്നമൊക്കെ കഴിഞ്ഞില്ലേ? വണ്ടീൻ്റെ പ്രശ്നമൊക്കെ തീർന്നു. സമാധാനമില്ല ഇപ്പോൾ. നമുക്കെന്നാ പോവല്ലേ? ആ സാധനത്തിന് ജിം കണ്ടില്ലേ? വണ്ടീൻ്റെ മേലെ ഇങ്ങനെ പോകുന്നു.